എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് LDFിലെ പ്രത്യേകിച്ചും CPMലുള്ള അയ്യപ്പ വിശ്വാസികൾക്കാണ്. എല്ലാ ഹൈന്ദവ LDFിലും CPMലുള്ള ഹൈന്ദവ നാമധാരികളായ സഹോദരങ്ങൾക്ക് വേണ്ടിയല്ല, പകരം LDFിലും CPMലും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് 41 ദിവസം വ്രതമെടുത്ത് മാലയിട്ട് 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ടു മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികൾക്ക് LDFിലും CPMലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. പാർട്ടി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ പോലും അവർക്ക് വോട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാർ 41 ദിവസം വ്രതമെടുത്ത് മാലയൊക്കെ ഇട്ട് ശബരിമലയിൽ പോണ ഒരുപാട് അയ്യപ്പ വിശ്വാസികളുണ്ട്. അവർക്ക് വോട്ട് ചെയ്യണത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ശബരിമല തന്ത്രി ബഹുമാനപ്പെട്ട കണ്ഠര് രാജീവരെ കുറിച്ചിട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞ വാക്കുകൾ എതിർത്തുകൊണ്ടാണ് പറയുന്നത്. തന്ത്രിയിൽ ഈ പറയുന്ന പേരും കള്ളന്മാരെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കില്ലേ? ഇതാണ് ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രിയെ കുറിച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അദ്ദേഹം കള്ളന്മാരുടെ കൂട്ടത്തിലാണ് എന്ന്, കള്ളനാണ് എന്നാണ് അതിന്റെ സാരം. ഓക്കെ, അങ്ങയുടെ ഇതിൽ ഞാൻ അത് സമ്മതിച്ചു. ശബരിമല തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് 90 ദിവസം ഉള്ളിക്കിടന്നിട്ട് അന്വേഷണം നടത്തണ ഉദ്യോഗസ്ഥര് കുറ്റപത്രം സമർപ്പിക്കാഞ്ഞിട്ടല്ല ശബരിമല തന്ത്രിക്ക് ജാമ്യം കിട്ടിയത്. ബഹുമാനപ്പെട്ട കോടതി ശബരിമല തന്ത്രിയുടെ പേരിൽ ഒരു കുറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിമല തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് എന്ന് അങ്ങ് മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെ മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയ 2 വ്യക്തികളുണ്ട്. ഒന്ന് A. പത്മകുമാർ, CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, 10-20 വർഷം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആയി നിന്ന വ്യക്തി. ഇപ്പോഴും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് A. പത്മകുമാർ. അദ്ദേഹം മുൻ MLA ആണ്. മത്സരിച്ച് CPMന്റെ പാനലിൽ മത്സരിച്ച് വിജയിച്ചതാണ്. മുൻ MLA ആണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തെളിവുകളുമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിന് കോടതി ജാമ്യം നൽകിയത്. പകരം 90 ദിവസം ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിനെതിരെ, പത്മകുമാറിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രം ജാമ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് A. പത്മകുമാർ. അദ്ദേഹം ഇപ്പോഴും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതേപോലെ തന്നെ വാസു, ഇതേപോലെ തന്നെയാണ്. A. പത്മകുമാറിന് എങ്ങനെയാണോ ജാമ്യം കിട്ടിയത് അതുപോലെ തന്നെയാണ് വാസുവിനും ജാമ്യം കിട്ടിയത്. വാസും CPMന്റെ പാർട്ടി മെമ്പറാണ്. മുൻ മന്ത്രിയുടെ PA ആയിരുന്നു. CPMന്റെ സമുന്നതനായ ഒരു നേതാക്കളിൽ ഒരാൾ തന്നെയാണ് വാസു. ആ വാസുവിന് ഒരു കോടതിയും തെളിവില്ല എന്ന് പറഞ്ഞിട്ടല്ല വാസുവിന് ജാമ്യം കൊടുത്തത്. പകരം കൊടുത്തതോ 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥര് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രം സ്വാഭാവിക ജാമ്യം കിട്ടിയതാണ് വാസുവിനും A. പത്മകുമാറിനും. അപ്പോൾ ഇവരെ എന്താണ് മിസ്റ്റർ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിളിക്കേണ്ടത്? ഒരു കോടതിയും നിരപരാധിയാന്ന് പറഞ്ഞിട്ടില്ല. ഒരു കോടതിയും ഇവർക്കെതിരെ തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടില്ല. തെളിവില്ല എന്ന് പറഞ്ഞ ശബരിമലയിലെ ബഹുമാനപ്പെട്ട തന്ത്രി കണ്ഠര് രാജീവരെ അങ്ങനത്തെ കള്ളന്മാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവരെ എന്ത് വിളിക്കും? നമ്മളെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ആദ്യം ഉള്ളിക്കയറിയവരല്ലേ നമ്മൾ ആദ്യം വിളിക്കേണ്ടത്. നിങ്ങൾ പത്മകുമാറിന്റെയും വാസുവിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയണത് കുറ്റപത്രം നൽകിയിട്ടില്ല, കോടതി ശിക്ഷിച്ചിട്ടില്ല, അവരിപ്പോഴും നിരപരാധികളാണ്, അതുകൊണ്ടാണ് അവരെ പാർട്ടി പുറത്താക്കാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ ന്യായം പറഞ്ഞുകൊണ്ടുവരും. പക്ഷെ ശബരിമല തന്ത്രിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇതാ ഇങ്ങനെ ഉരുളണോ? ഇതിനെന്താ വിളിക്കുക? ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷെ, ഇതിന് എന്ത് വിളിക്കും? ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. തന്നെ അറസ്റ്റ് ചെയ്തത് പകപോക്കലിന്റെ പേരിലാണ് എന്ന്. എന്തിന്? ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ എതിർത്തു തന്ത്രി. അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രം നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല.
അത് 365 ദിവസം തുറന്നു വെക്കാനായിട്ട് ഒരു പ്ലാനുമായിട്ടൊക്കെ മുന്നോട്ട് പോയി ദേവസ്വം ബോർഡും മറ്റുമൊക്കെ. അപ്പോൾ അതിനെയും ഈ തന്ത്രി എതിർത്തു. ഇതിന്റെ പകപോക്കലായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു. അത് പറഞ്ഞതിന്റെ ചൊറിച്ചിലാണ് ഇന്ന് കണ്ടത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ ഇങ്ങനെ രൂക്ഷമായിട്ട് വിമർശിക്കാൻ കാരണം ഇന്നലെ ശബരിമലയിലെ തന്ത്രി ബഹുമാനപ്പെട്ട കണ്ഠര് രാജീവര് ഒരു സത്യം വിളിച്ചു പറഞ്ഞു. അതിന്റെ പകയാണ്, അതിന്റെ ദേഷ്യമാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വായിൽ നിന്നുള്ള ആ വാക്കുകൾ വീഴാൻ കാരണം. നിങ്ങൾ പറയുമ്പോൾ ആദ്യം കള്ളെന്ന് വിളിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി പത്മകുമാറിനെയും വാസുവിനെയാണ്. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് നമ്മളുടെ LDF-ന്റെ ഭരണം. അപ്പോൾ പ്രിയമുള്ള സഖാക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രേ പറയാനുള്ളൂ. നമസ്തേ.